വയനാട്ടിൽ CPIM അപ്രതീക്ഷിത ജില്ലാ സെക്രട്ടറി ഡിവൈഎഫ്ഐ ജില്ലാ സെക്രട്ടറിയായ കെ റഫീഖാണ് CPIM ജില്ലാ സെക്രട്ടറിയായത്. സെക്രട്ടറി സ്ഥാനത്തേക്ക് മത്സരം നടന്നാൽ ഭൂരിപക്ഷം കിട്ടില്ല എന്ന് ഉറപ്പായതോടെ നിലവിലെ ജില്ലാ സെക്രട്ടറി പി ഗഗാറിൻ ഒഴിവാകുകയായിരുന്നു. ജില്ലാ സെക്രട്ടറി സ്ഥാനത്തേക്ക് മത്സരം നടന്നു എന്ന വാർത്തകൾ നേതാക്കൾ നിഷേധിച്ചു. ഐക്യകണ്ഠന തിരഞ്ഞെടുത്തതാണ്. ഒരു തെറ്റായ വാർത്തകളൊന്നും കൊടുത്തേക്കല്ല. കമ്മ്യൂണിസ്റ്റ് പാർട്ടി മാർക്സിസ്റ്റിൻ്റെ പ്രതീകമാണ്. കോൺഫറൻസിൻ്റെ തീരുമാനമാണ്. എല്ലാം വളരെ ഐക്യത്തോടു കൂടി ജില്ലാ കമ്മിറ്റി, സംസ്ഥാന സമ്മേളന പ്രതിനിധികൾ, ജില്ലാ സെക്രട്ടറി എല്ലാം ഐക്യകണ്ഠനെയാണ് തിരഞ്ഞെടുത്തത്. നിങ്ങൾ ഈ തെറ്റ് ആദ്യം തന്നെ ഞങ്ങളെ ആക്ഷേപിക്കാൻ വാർത്തകൾ ഉണ്ടാക്കും. ഇത് ഞങ്ങളൊക്കെ കുറേ കാലമായി കാണുന്നതാണ്. ഗഗാറിനെ തുടരണം എന്നുള്ള താല്പര്യം ഉണ്ടായിട്ടില്ല. ഞാൻ ഒഴിയുന്നു എന്ന് പറഞ്ഞുകൊണ്ടല്ലേ, വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. അതായത് ഗഗാറിന് കേരള ബാങ്കിൻ്റെ ഡയറക്ടറാണ്, പിന്നെ CITൻ്റെ ഒരു ചുമതലയുണ്ട്. അപ്പോൾ ഗഗാറിനെ തുടരണമെന്നില്ല. 3 ടേം എന്ന് പറഞ്ഞാൽ 3 ടേം പൂർത്തിയാക്കിക്കൊള്ളണമെന്നില്ല. ചിലപ്പോൾ 1 ടേം കഴിയുമ്പോൾ തന്നെ മാറാം, അല്ലെങ്കിൽ 2 ടേം കഴിയുമ്പോൾ മാറാം. ഇതിപ്പോൾ പിന്നെ റഫീഖ് ചെറുപ്പക്കാരനാണ്, DYFIയുടെ ജില്ലാ സെക്രട്ടറിയാണ്. വളർന്നു വരണ്ടേ ചെറുപ്പക്കാർ? നമ്മൾ മത്സരം അങ്ങനെ ഒരു സംഭവമേ ഐകകണ്ഠ്യേന തെരഞ്ഞെടുത്ത ഒരു സെക്രട്ടറിയാണ് റഫീഖ്. വിവരങ്ങളുമായി സുർജിത്ത് അയ്യപ്പത്ത് വയനാട്ടിൽ നിന്ന് ചേരുകയാണ്. സുർജിത്ത്, ഒരു ടൈം കൂടി ബാക്കി നിൽക്കെ ഗഗാറിൻ തുടരും എന്നുള്ളതായിരുന്നു പൊതുവെ മനസ്സിലാക്കിയിരുന്നത്. പക്ഷേ മറ്റൊരു ജില്ലാ സെക്രട്ടറി വരുന്നു. ഡിവൈഎഫ്ഐയുടെ ജില്ലാ സെക്രട്ടറി CPIMൻ്റെയും ജില്ലാ സെക്രട്ടറിയായി മാറുന്നു. വളരെ പ്രായം കുറഞ്ഞൊരു നേതാവ്. ഒരു മത്സരത്തിലുള്ള കളം ഒരുങ്ങിയത് എങ്ങനെയാണ്? മത്സരം നടന്നില്ല എന്ന് മനസ്സിലാക്കുന്നു, പക്ഷേ മത്സരം നടന്നാൽ തോൽക്കുമെന്നുറപ്പായതോടെ ഗഗാറിൻ പിന്മാറിയതാണ് എന്നാണ് ഏറ്റവും ഒടുവിലായി പുറത്തു വരുന്ന വിവരങ്ങൾ. എന്താണ് സംഭവിച്ചത് സുർജിത്ത്? റിജിത്ത്, ഞാൻ നിൽക്കുന്നത് ആ പ്രതിനിധി സമ്മേളനം നടന്ന ഹാളിലാണ്. ഇനി സംഘടനാ സമ്മേളനത്തിൻ്റെ നടപടിക്രമങ്ങളെല്ലാം തന്നെ പൂർത്തിയായിരിക്കുന്നു. പൊതുസമ്മേളനത്തിലേക്ക് കടക്കുകയാണ് CPIMൻ്റെ ജില്ലാ നേതൃത്വം. അതുമായി ബന്ധപ്പെട്ട് ഇനി പൊതുസമ്മേളനം, വളണ്ടിയർ മാർച്ചും ഒപ്പം തന്നെ വലിയ റാലിയോടുകൂടി 4 ലക്ഷത്തോളം പേർ പങ്കെടുക്കും എന്ന റാലിയോടുകൂടിയാണ് പൊതുസമ്മേളനം ഇന്ന് ബത്തേരിയിൽ നടക്കുന്നത്. ഇതിൽ 27 അംഗ ജില്ലാ കമ്മിറ്റിയെയാണ് സംഘടനാ സമ്മേളനം ഐക്യകണ്ഠനെ തെരഞ്ഞെടുത്തത്. അതിനുശേഷം നേരെ ജില്ലാ കമ്മിറ്റി ചേർന്നു. ആ ജില്ലാ കമ്മിറ്റി ചേർന്ന ഘട്ടത്തിൽ ബഹുഭൂരിപക്ഷം പേരും കെ റഫീഖിനെ പിന്തുണയ്ക്കുകയായിരുന്നു. അത് കൃത്യമായ രീതിയിൽ കണക്ക് 16 പേർ കെ റഫീഖിനെ പിന്തുണച്ചു. 11 പേർ ജില്ലാ കമ്മിറ്റിയിൽ 11 പേർ പി ഗഗാറിനെ പിന്തുണച്ചു എന്നുള്ളതാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ കെ റഫീഖിനെ ഒരു സംസ്ഥാന നേതൃത്വം ഇതുമായി ബന്ധപ്പെട്ട ചർച്ച നടത്തി. ആ ചർച്ചയിലാണ് ഒടുവിൽ പി ഗഗാറിൻ മാറി നിൽക്കാനുള്ള സന്നദ്ധത അറിയിക്കുകയും മറ്റൊരു മത്സരത്തിലേക്ക് പോകേണ്ട എന്നുള്ള തരത്തിലുള്ള തീരുമാനത്തിലേക്ക് വരികയും അത് സമവായം എന്നുള്ള തരത്തിൽ തന്നെ ജില്ലാ സെക്രട്ടറിയെ തെരഞ്ഞെടുക്കുകയുമാണ് ഉണ്ടായത്. ഒരു തരത്തിലുള്ള മത്സരവും സമ്മേളനത്തിൽ നടന്നിട്ടില്ല എന്നുള്ള നേതൃത്വം അവകാശപ്പെടുന്നു. പക്ഷേ ഇത്തരത്തിലൊരു വിഷയം കൂടി ഇതിനകത്ത് നടന്നിട്ടുണ്ട്. റഫീഖ് എന്ന് പറയുന്ന DYFIയുടെ ജില്ലാ സെക്രട്ടറിയാണ് റഫീഖ്. മാത്രമല്ല SFIയുടെ സംഘടനാ പ്രവർത്തനം ആരംഭിച്ച ആളാണ്. വെള്ളമുണ്ട സ്വദേശിയാണ്. വയനാട്ടിലെ SFIയുടെ ജില്ലാ സെക്രട്ടറി, ഒപ്പം തന്നെ സംസ്ഥാന ജോയിന്റ് സെക്രട്ടറിയും കേന്ദ്ര കമ്മിറ്റി അംഗവും ആയിരുന്നു. അതോടൊപ്പം തന്നെ ആ ഘട്ടത്തിൽ കാലിക്കറ്റ് സർവകലാശാലയുടെ ജനറൽ സെക്രട്ടറി കൂടി, യൂണിയന്റെ ജനറൽ സെക്രട്ടറി കൂടിയായി പ്രവർത്തിച്ചിട്ടുണ്ട്. നിലവിൽ DYFIയുടെ ജില്ലാ സെക്രട്ടറി, സംസ്ഥാന ജോയിന്റ് സെക്രട്ടറി, കേന്ദ്ര കമ്മിറ്റി അംഗം എന്നീ നിലയിൽ പ്രവർത്തിക്കുന്ന ആളാണ്. അതോടൊപ്പം തന്നെ ഇതുമായി ബന്ധപ്പെട്ട് ഈ സ്പോർട്സ് കൗൺസിലിൻ്റെ സ്റ്റാൻഡിംഗ് കമ്മിറ്റി അംഗവും ജില്ലാ ഫുട്ബോൾ അസോസിയേഷൻ്റെ പ്രസിഡന്റുമാണ്. അങ്ങനെ ഉള്ള മേഖലയിലാണ് ഇത്തരത്തിൽ അദ്ദേഹം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. എന്തായാലും DYFIയുടെ ഈ മുണ്ടക്കൈ ചൂരൽമല ദുരന്തവുമായി ബന്ധപ്പെട്ടുള്ള ഈ വളണ്ടിയർ ടീമിനെ ഏകോപിപ്പിക്കുന്ന, യൂത്ത് ബ്രിഗേഡിനെ ഏകോപിപ്പിക്കുന്ന ചുമതലയെല്ലാം തന്നെ റഫീഖിനായിരുന്നു. എന്തായാലും എങ്ങനെ സജീവമായ രീതിയിൽ തന്നെ സംഘടനാ രംഗത്തുള്ള ഒരാളാണ്. പക്ഷേ പി ഗഗാറിൻ എന്ന് പറയുമ്പോൾ ഈ തോട്ടം മേഖലയിലടക്കം, ആ മേഖലയിലടക്കം വളരെ സജീവമായ രീതിയിൽ തന്നെ ഇടപെടുന്ന നേതാവായിരുന്നു അദ്ദേഹം. അങ്ങനെ CITUവിൻ്റെ ചുമതലയുണ്ട് അദ്ദേഹത്തിന്. അതോടൊപ്പം തന്നെ ഇതുമായി ബന്ധപ്പെട്ട് മറ്റ് ഈ ബാങ്കുമായി ബന്ധപ്പെട്ടുള്ള ചുമതലകളുണ്ട്. അങ്ങനെയുള്ള ചുമതലകളുണ്ട്. എന്തായാലും പി ഗഗാറിൻ്റെ മാറ്റം വന്നിരിക്കുകയാണ്. ഒരു ടേം കൂടി ബാക്കി നിൽക്കുകയാണ്. ഇത്തരത്തിൽ ഒരു സമ്മേളനത്തിൽ അപ്രതീക്ഷിതമായി തന്നെ ഒരുപക്ഷെ ജില്ലാ സമ്മേളന പ്രതിനിധികൾക്ക് പോലും അമ്പരപ്പുണ്ടാക്കുന്ന വിധത്തിലേക്ക് പൊടുന്നനെ തീരുമാനം മാറുന്ന വിധത്തിലാണ് കാര്യങ്ങൾ ഉണ്ടായിട്ടുള്ളതെന്നാണ് മനസ്സിലാക്കുന്നത്. എന്തായാലും ആ സമ്മേളനത്തിൽ വളരെ അപ്രതീക്ഷിതമായി തന്നെയുള്ള തെരഞ്ഞെടുപ്പാണ് ഈ റഫീഖിന്റെ കാര്യത്തിൽ നടന്നിരിക്കുന്നത്. സംസ്ഥാന നേതൃത്വത്തിന്റെ പിന്തുണ ഗഗാറിനുണ്ടായിരുന്നു. ഒരു ടൈം കൂടി ബാക്കിയുണ്ടായിരുന്നു. സ്വാഭാവികമായും എല്ലാവരും കരുതിയത് ഗഗാറിൻ തന്നെ വരുമെന്നുള്ളതാണ്. ജില്ലാ നേതൃത്വം അത് സംബന്ധിച്ച സൂചനകളാണ് നേരത്തെ നൽകിയിരുന്നതും. പക്ഷേ ഇപ്പോൾ ഈ റഫീഖിൻ്റെ പേര് ഉയർന്നു വരുന്നതിനെ സംസ്ഥാന നേതൃത്വം എങ്ങനെയാണ് കാണുന്നത്? ഒരു മത്സരം ഒഴിവാക്കാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിലും മറ്റൊരു പേരിലേക്ക് എത്തിയത് ഇപ്പോൾ ഗഗാറിന് മറ്റു ചുമതലകളുണ്ട് എന്നുള്ള കാര്യമൊക്കെ വിശദീകരിച്ചുകൊണ്ടാണ് നേതാക്കൾ അതിനെ വിശദീകരിക്കുന്നത്. സുർജിത്ത്,
എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് മറ്റ് തരത്തിലുള്ള ഒരു ഉൾപാർട്ടി ജനാധിപത്യം എന്നുള്ള തരത്തിൽ തന്നെയാണ് CPIM ഇതിനെ കാണുന്നത്. ഒരുപക്ഷെ ഒരു ടേം തികഞ്ഞ ജില്ലാ സെക്രട്ടറിമാർ പോലും മാറിയ അനുഭവം പല ഘട്ടങ്ങളിലും ഉണ്ടായിട്ടുണ്ട്. അത്തരം അനുഭവങ്ങളുടെ പശ്ചാത്തലത്തിൽ CPIM ഇതിനെ കണക്കുകൂട്ടുന്നത് ഉൾപാർട്ടി ജനാധിപത്യ വ്യവസ്ഥയ്ക്കകത്ത് നിന്നുകൊണ്ട് തന്നെയാണ് CPIM അതിനെ കണക്കുകൂട്ടുന്നത്. അങ്ങനെ തന്നെയാണ് ഈ സ്ഥാനമാറ്റത്തെയും കാണുന്നത്. എന്തായാലും ഒരു ടേം കൂടി പി ഗഗാറിനെ സംബന്ധിച്ചുണ്ടായിരുന്നു. പക്ഷേ ആ ടേം നിലനിർത്താൻ അദ്ദേഹത്തിന് കഴിഞ്ഞില്ല. ഈ സംഘടനാ സമ്മേളനത്തിൽ ഇങ്ങനെ ഭാരവാഹിത്വത്തിൽ ഒരു മാറ്റം, അതായത് ഇതിൻ്റെ ലീഡർഷിപ്പിലേക്ക് ഒരു മാറ്റം വരുന്നു എന്നുള്ളത് ഏറ്റവും ഒരു പ്രധാനപ്പെട്ട കാര്യം കൂടി തന്നെയാണ്. കാരണം ഒരു യുവമുഖത്തെ അവതരിപ്പിച്ചിരിക്കുന്നു, ആ യുവമുഖത്തെ പരിഗണിച്ചിരിക്കുന്നു. എന്ത് തരത്തിലുള്ള സമവാക്യം വ്യത്യാസമാണ് ഉണ്ടായിട്ടുള്ളത് എന്നുള്ള കാര്യത്തിൽ വ്യക്തത ഇല്ല. കാരണം 16 പേരുടെ പിന്തുണ റഫീഖിനായിരുന്നു, 11 പേരുടെ പിന്തുണ ഗഗാറിനും ഉണ്ടായിരുന്നു എന്നുള്ളതാണ് നമുക്ക് അകത്തുനിന്ന്, അതായത് സമ്മേളനത്തിൻ്റെ അകത്തുനിന്ന് ലഭിക്കുന്ന വിവരം. എന്തായാലും റഫീഖിൻ്റെ ഇത് സംസ്ഥാന നേതൃത്വത്തിൻ്റെ പിന്തുണ കൂടി ഇതുമായി ബന്ധപ്പെട്ടുണ്ട്. ഒരു യുവമുഖം വരട്ടെ എന്നുള്ള അഭിപ്രായം സംസ്ഥാന നേതൃത്വവും മുന്നോട്ട് വെച്ചു. അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാകാം ഇത്തരത്തിലൊരു തീരുമാനത്തിലേക്ക് എത്തിയത്. ഇവിടെ മുഴുവൻ സമയം നിരീക്ഷകരായി EP ജയരാജൻ ഉണ്ടായിരുന്നു, ഒപ്പം തന്നെ PK ശ്രീധരൻ ടീച്ചർ ഉണ്ടായിരുന്നു. എന്തായാലും ഈ സംസ്ഥാന ഘടകത്തിൻ്റെ കൂടി താല്പര്യം പരിഗണിച്ചുകൊണ്ടാകണം ഇങ്ങനെ ഒരു യുവമുഖത്തെ അവതരിപ്പിക്കുക എന്നുള്ള തരത്തിലേക്ക് CPM ജില്ലാ നേതൃത്വം എത്തിയത്, സംഘടനാ സമ്മേളനം എത്തിയതെന്ന് തന്നെയാണ് കരുതുന്നത്. ശരി, സുർജിത്ത് അയ്യപ്പത്ത് വയനാട്ടിൽ നിന്ന് വിശദമായ റിപ്പോർട്ട് പങ്കുവയ്ക്കുകയാണ്.